വി കെ സനോജ്, അപ്പോൾ നാഷണൽ ഹൈവേ നിലമ്പൂരിൽ ഒരു പ്രധാന വിഷയമാകുമെന്നുള്ളതാണ് വസന്തിന്റെ വിശ്വാസം. അങ്ങനെ ആയാൽ അത് നിങ്ങൾക്ക് CPIM-ന് സർക്കാരിന് വലിയ തിരിച്ചടിയാകും എന്നവർ പറയുമ്പോൾ കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാകുന്നുണ്ടോ വസന്ത് CPIM-ന്? അല്ല, നാഷണൽ ഹൈവേയുടെ കാര്യം വസന്തിൻ്റെ പാർട്ടി അവിടെ ഉന്നയിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കതിൽ ഒരു ആശങ്കയുമില്ല. പിന്നെ ഞങ്ങളതിന് ക്രെഡിറ്റ് എടുക്കുന്നു, ഞങ്ങളതിൻ്റെ റീൽസ് ഇടുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട പരാതി. ഞങ്ങൾ റീൽസ് ഇടും, ഞങ്ങളതിൻ്റെ ക്രെഡിറ്റ് അതിനെക്കുറിച്ച് പറയും. എന്താ പറയുന്നത്? ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ ഗവൺമെൻറ് എന്നാണ്. യാഥാർത്ഥ്യമാവാൻ ഇടയായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമി ഏറ്റെടുക്കലാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർക്ക് വസന്തിന് പൂർണ്ണമായും ക്രെഡിറ്റ് എടുക്കാമായിരുന്നല്ലോ. എന്താ ഉമ്മൻചാണ്ടി ആ ക്രെഡിറ്റ് എടുക്കാതെ പോയത്? ഉമ്മൻചാണ്ടി എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് എടുത്തിട്ട് ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല? ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞ സംഭാഷണം നമുക്ക് ഓർമ്മ. ഉമ്മൻചാണ്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, കേരളത്തിലൊന്നും നടക്കില്ല, 30 മീറ്റർ വീതിയിൽ തന്നെ നടക്കില്ല, അതുകൊണ്ട് ദേശീയപാത അതോറിറ്റിയോട് പോയിക്കോന്ന് പറഞ്ഞു. അവരുടെ ഓഫീസ് പൂട്ടിയിട്ട് സ്ഥലം വിട്ടു. ഗവൺമെൻറ് ഭാഗ്യവശാൽ മാറി, കേരളത്തിൻ്റെ ഭാഗ്യവശാൽ ഗവൺമെൻറ് മാറി ഇടതുപക്ഷം വന്നതുകൊണ്ട് അവരെ തിരിച്ചു വിളിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തുടർച്ചയായ ഇടപെടൽ നടത്തി, അവലോകനവും നടത്തി. അങ്ങനെയാണെങ്കിൽ പണം കൂടുതൽ കൊടുത്താൽ ജനങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കി പണം കൂടുതൽ കൊടുത്തു, പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തു, പണി ആരംഭിച്ചു. അതല്ലേ അത് ഞങ്ങൾ പറയല്ലോ, യാഥാർത്ഥ്യമാക്കിയതിൽ നിർണായകമായ പങ്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമില്ലേ? പിന്നെ ഇവരിപ്പം എന്തിനെ കുറിച്ച് പറഞ്ഞു? അതിൽ വിള്ളൽ വീണ സ്വാഭാവികമായിട്ടും അത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. അവരാണ് അത് സംബന്ധിച്ച് അന്വേഷിക്കേണ്ടത്. അവർ അന്വേഷിക്കുക, നടപടിയെടുക്കുക, അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അവർക്കാണ്. ഞങ്ങളുടെ ഏതെങ്കിലും എഞ്ചിൻ അത് പരിശോധിക്കാൻ പോയോ? ഞങ്ങളാണോ അതിൻ്റെ DPR തയ്യാറാക്കിയത്? ഞങ്ങളുടെ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഒന്നും പരിശോധിച്ചിട്ടില്ല. ഞങ്ങൾക്കതിൽ അവകാശമില്ല. അതുകൊണ്ട് ഇതെല്ലാം പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇതൊക്കെ കോൺഗ്രസിൻ്റെ ആളുകൾ വെറുതെ അതും ഇതും പറയുകയാണ്. റിയാസ് എന്തോ റീൽസ് ഇട്ടു, റീൽസ് ഇട്ടുകൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? റിയാസ് ഇനി റീൽസ് ഇടും. PWD മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തെ നേതൃത്വം കൊണ്ടുവന്ന പാലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ടൂറിസം മേഖലയിലെ വികസനങ്ങൾ, ഈ റീൽസൊക്കെ കാണുമ്പോൾ ഇവരുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അസൂയാണ്, അസ്വസ്ഥതയാണ്. കാരണം എത്ര മനോഹരമായ ചിത്രങ്ങളാണ് പാലത്തിൻ്റേതായി കഴിഞ്ഞാലും റോഡിൻ്റേതായി കഴിഞ്ഞാലും പാർക്കിൻ്റേതായി കഴിഞ്ഞാലും മറ്റ് ടൂറിസം സ്പോട്ടുകളേതായി കഴിഞ്ഞാലും ഇങ്ങനെ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിരവധി അന്താരാഷ്ട്ര തലങ്ങളിൽ മാത്രം കാണുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കാണുകയാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രചരണം നടക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥപ്പെട്ടൊരു കാര്യമില്ല. റീൽസ് ഇനിയും ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും ജനങ്ങളോട് പറയും. അതുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയതിനെക്കുറിച്ച് പറയും. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയതിനെ കുറിച്ച് പറയും. മലയോര ഹൈവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളാണ് നിലമ്പൂരിലെ ജനങ്ങൾ. നിലമ്പൂരിലെ ജനങ്ങളോട് ഞങ്ങളത് പറയും. മലയോര ഹൈവേക്കെതിരായ നിലപാട് സ്വീകരിച്ചവർ, മലയോര ഹൈവേ നടക്കില്ല എന്ന് പറഞ്ഞവർ നിങ്ങളാണ്. ഇപ്പോൾ കോഴിക്കോട് പിന്നെ അവിടെ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വയനാട്ടിലേക്ക് പോകാൻ തുരങ്കപാത നിങ്ങളുടെ ഗവൺമെൻറ്റാണ് പറഞ്ഞത്. തുരങ്കപാത നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശാണ് പറഞ്ഞത്. തുരങ്കപാതക്കെതിരായി UDF നിലപാട് സ്വീകരിക്കും, സമരം നടത്തുമെന്ന് പറഞ്ഞു. അതിപ്പോൾ യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്കരുത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുന്നു എന്ന് മാത്രമല്ല, അതെല്ലാം മനോഹരമായ വീഡിയോ ആയി, ചിത്രങ്ങളായി നമ്മുടെ നാട്ടിലെ ഇവരുടെ കോൺഗ്രസിൻ്റെ, KSUവിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുടെ സ്റ്റാറ്റസിലേക്ക് വരുന്നു, ഇവരുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് വരുന്നു. പിന്നെ എങ്ങനെ ഇവർ അസ്വസ്ഥപ്പെടാതിരിക്കും? അതിൻ്റെ അസ്വസ്ഥതയാണ് ഇവരിപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ നിലമ്പൂരിൽ പറയും. ആളുകൾക്ക് പെൻഷൻ കൊടുത്തതും 6 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തതും സ്കൂളുകൾ ഉണ്ടാക്കിയതും സ്കൂളുകൾ മെച്ചപ്പെടുത്തിയതും എല്ലാമാണ് ജനങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. അതിനൊന്നും മുന്നിൽ ഒരു അൻവറും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അൻവർ ഇങ്ങനെ പലതും പല സ്ഥലത്തും വിളിച്ചു പറയുകയാണ്. അതൊക്കെ വ്യക്തിപരമായിട്ടാണ് വിളിച്ചു പറയുന്നത്. എന്തൊരു രാഷ്ട്രീയ നിലവാരക്കുറവാണ് കാണിക്കുന്നത്. മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയല്ലേ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത്? എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇത്രയും കാലം അൻവർ മുന്നോട്ട് വെച്ച് ഏതെങ്കിലും ഒരു ആരോപണത്തിന് എന്തെങ്കിലും ഒരു പേപ്പർ സമർപ്പിച്ചിട്ടാണ് അത് അടുത്ത ആരോപണമെങ്കിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാം. ഒരു ആരോപണത്തിനും എന്തെങ്കിലും തരത്തിൽ ഒരു തെളിവ് ഹാജരാക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അൻവർ ഇനിയും തുടരും. അത് കാണാം നമുക്ക്. ജനങ്ങളുടെ കോടതിയിൽ ആ കാര്യങ്ങൾ വിലയിരുത്തട്ടെ. ശരി, വളരെ വേഗം വസന്ത്. അപ്പോൾ അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഓൺ ചെയ്യുന്നത്. അൻവർ എന്തൊക്കെയോ ചന്ദനം ചാരി നിന്നുള്ള രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞ വസന്ത്, അൻവർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് UDF ഏത് ചെകുത്താനെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് അൻവറിന്റെ കോൺഗ്രസിനോട് പോലുമുള്ള നിലപാട്. അൻവറിന്റെ ശത്രുത ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് മാത്രമാണ് വസന്ത്. അതിന്റെ ആയുധമായി കോൺഗ്രസ് ഇങ്ങനെ മാറുന്നത് നല്ലതാണോ? ഏത് ചെകുത്താനൊപ്പം കൂട്ടുകൂടിയിട്ടാണെങ്കിലും കോൺഗ്രസിനെ തോപ്പിക്കും എന്ന് പറഞ്ഞ് ജനസംഘത്തിന്റെ കൂട്ടുകൂടിയവരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ രീതി അൻവർ പറഞ്ഞത് ആര് മത്സരിച്ചാലും അവിടെ UDF ജയിക്കും. അതാണ് പൊതുവിലെ സാഹചര്യം എന്നുള്ളതാണ്. 2, ഞാൻ ചോദിക്കട്ടെ, അൻവറിനെ ഇങ്ങനെ തള്ളിപ്പറയുമ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ഓൺ ചെയ്തവരാണ് നിങ്ങൾ.
നിങ്ങൾ തോളിലെടുത്ത് കൊട്ടയിലാക്കി തലയിൽ ചുമന്നുകൊണ്ട് നടന്നവരാണ് നിങ്ങൾ. ഓർമ്മയില്ലേ? നിങ്ങളുടെ സൈബർ സഖ്യത്തിന്റെ, നിങ്ങളുടെ സൈബർ വെട്ടുകളി കൂട്ടത്തിന്റെ നേതാവായിരുന്നില്ലേ ശ്രീ അൻവർ? പക്ഷെ ആ കാലത്തൊന്നും അൻവർ ഇങ്ങനെ എല്ലാ വാതിലും ഇങ്ങനെ കയറി ഇറങ്ങി എന്നെയും കൂടെ കൂട്ടുമോ എന്നുള്ളൊരു നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു വസന്ത്. എനിക്കും അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കണമെന്നൊന്നും താല്പര്യമില്ല. പക്ഷേ ആ കാലത്തിന് ശേഷം അൻവർ ഒരു തരത്തിലും രാഷ്ട്രീയ നൈതികത ഇല്ലാത്തൊരു വ്യക്തിത്വമായി മാറുന്നത് നമ്മൾ കണ്ടതല്ലേ വസന്ത്? അപ്പോൾ അങ്ങനെ ഒരാളെ കൂടെ കൂട്ടുമ്പോൾ എന്ത് ക്രെഡിബിലിറ്റിയാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത് എന്നൊരു പരിശോധനയെങ്കിലും വേണ്ടേ? രാഷ്ട്രീയ നൈതികത ഇല്ല എന്ന് കണ്ട് അൻവറിനെ നിങ്ങൾ പുറത്താക്കുകയാണോ ചെയ്തത്? അല്ലല്ലോ. അൻവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും അല്ല, അങ്ങനെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അൻവർ വെച്ച എല്ലാ ഡിമാൻഡിനും വഴങ്ങി അവർ ഒപ്പം നിർത്തുമായിരുന്നില്ലേ? പി ശശിക്കുമെതിരെ അല്ല, അങ്ങനെ പറ്റുന്ന രീതിയിലായിരുന്നില്ലല്ലോ ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഇടം കൈ ആയിട്ടുള്ള പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ. അല്ല, അൻവറിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം വസന്തിന് ഓർമ്മയില്ലേ? മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയനെ ഇങ്ങനെ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ആളാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം. അപ്പോൾ വസന്ത് പറയുന്ന തരത്തിൽ നൈതികതയുള്ള നേതാവാണെങ്കിൽ അപ്പോഴെങ്കിലും CPM അൻവറിനെ എന്ത് വില കൊടുത്തും ഒപ്പം നിർത്തണ്ടേ? അങ്ങനെ അല്ലാത്തത് കൊണ്ടാണല്ലോ അൻവർ ഇങ്ങനെ പുറത്തേക്ക് പോകുകയും എല്ലാ വാതിലിലും മുട്ടി എന്നെയും കൂടി ഒപ്പം നിർത്തുമെന്ന് ചോദിക്കേണ്ടി വരുന്നതും കോൺഗ്രസിനൊപ്പം ചേരാൻ താല്പര്യമുണ്ടെന്ന് ആദ്യം പറയുമ്പോൾ നിങ്ങൾ കൂട്ടാതിരിക്കുന്നതും അവസാനം ഇങ്ങനെ അൻവറാണ് ഞങ്ങളുടെ മുന്നണി പോരാളി എന്ന മട്ടിൽ VD സതീശന് പ്രതികരിക്കേണ്ടി വരുന്നതും. ഒരു അൻവറുമല്ല. അല്ലല്ല, അസിത പറഞ്ഞോടത്ത് തന്നെ അതിന്റെ ഉത്തരവുണ്ടെന്നേ. അതായത് എല്ലാ വാതിലുകളും മുട്ടി കൃത്യമായ ശുദ്ധീകരണത്തിലൂടെ കടന്നുപോയിട്ടാണ് അൻവറിന് UDF മുമ്പിലെ വാതിൽ തുറക്കുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് ചാടി പിറ്റേ ദിവസം ഇവിടെ വരുമ്പോ സരിനെ നിങ്ങൾ സ്വീകരിച്ചതുപോലെ രണ്ട് കൈയും രണ്ട് വാതിലും മലക്കെ തുറന്ന് ക്രിസ്റ്റൽ ക്ലിയർ സഹാഭാഗം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയല്ല ചെയ്തത്. കൃത്യമായ ശുദ്ധീകരണ പ്രോസസ്സിലൂടെ കടന്നുപോയി. എന്നെ കൂട്ടുമോ എല്ലാവരോടും ചോദിക്കുന്നു. കൂട്ടാൻ കൊള്ളാത്ത ആളാണെന്ന് എല്ലാവരും പറഞ്ഞ് പുറത്തു നിർത്തുന്നു. ഇതാണോ ആ ക്ലീനിങ് പ്രോസസ്? അങ്ങനെയാണെങ്കിൽ അത് രസമുണ്ട്. നിങ്ങൾ കൂട്ടിക്കൊണ്ട് നിർത്തിയിരുന്നവരാണല്ലോ. നിങ്ങളുടെ അടുത്ത് നിന്ന് പോവുകയാണല്ലോ ചെയ്തത്. നിങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചല്ലോ. നിങ്ങൾ അടുത്ത് അല്ല, ഞാൻ ചോദിച്ചത് ക്ലീനിങ് പ്രോസസ് ഏതാണ് എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെ തെളിയിച്ചു വന്ന പ്രക്രിയ ഏതാണ്? എല്ലാ വാതിലിലും പോയി മുട്ടുന്നു, ആരും കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് കണ്ട് പുറത്തു നിർത്തുന്നു. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെട്ടെന്ന് കോൺഗ്രസ് ഏത് മാപിനി കൊണ്ടാണ് അളന്നത്? അദ്ദേഹം നടത്തിയ ഗുരുതരമായ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു വിട്ടിരുന്നു നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്ത്. അതിന് അദ്ദേഹം നിരുപാധികമായി മാപ്പ് പറഞ്ഞു. അത് ആരാണ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത്, ചെയ്യിപ്പിച്ചത്, അത്തരം വൃത്തികേടുകളെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. കേരള പൊതുമനസാക്ഷിയുടെ മുമ്പിൽ സ്വന്തം MLA സ്ഥാനം, LDF-നൊപ്പം നിന്ന് ഉണ്ടാക്കിയ MLA സ്ഥാനം രാജിവെച്ച് ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനോട് 6 മാസം കൂടെ കടിച്ചു തൂങ്ങി നിൽക്കാമായിരുന്നല്ലോ, പിടിച്ചു നിൽക്കാമായിരുന്നു. ആരും കുറ്റം പറയോ? ഇല്ലല്ലോ. കാര്യം അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. LDF പാർട്ടി ചിഹ്നത്തിലുള്ള ആളല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊന്നും ബാധിക്കില്ല. അദ്ദേഹത്തിന് വേണമായിരുന്നു ആ സുഖ സൗകര്യങ്ങളുമായി 6 മാസം അല്ലെങ്കിൽ 7 മാസം 8 മാസം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ. ഇല്ല, ധാർമ്മികത ഏറ്റെടുത്ത് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. ഇനി അസിതയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഉത്തരം പറഞ്ഞു. അസിത പറഞ്ഞത് ഈ ചർച്ചയുടെ തുടക്കത്തിലും ഇപ്പോഴും പറഞ്ഞത് LDF-ന്റെ നിലമ്പൂരിലെ മുന്നണി പോരാളി അൻവറാണ് എന്നാണ്. അല്ല എന്ന മട്ടിലാണ് ഞാൻ പറഞ്ഞത്. VD സതീശൻ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാനതൊരു നമ്മൾ സംസാരിക്കുന്ന മട്ടിൽ ഞാനതങ്ങ് പറഞ്ഞു, കൊളോക്കിയലായി ഞാൻ എന്ന മട്ടിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടില്ല. അൻവർ ഓക്കെ. ശ്രീ അസിത, അൻവർ അല്ല UDF-നെ സംബന്ധിച്ച് നിലമ്പൂരിലെ ഞങ്ങളുടെ കുന്തമുന സർക്കാരിനെതിരായി ജനങ്ങളുടെ കയ്യിലുള്ള ആന്റി ഇൻകൺവൻസിയാണ്. സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചിന്തയാണ്. സർക്കാർ വിരുദ്ധത ജനങ്ങളുടെ ഉള്ളിലുണ്ട്. എങ്ങനെ ഉണ്ടായി? ഒറ്റ കാര്യം കൂടി ഈ സർക്കാർ വിരുദ്ധത എന്ന പൊതുവിലുള്ള പോയിന്റിലാണോ അതോ ആ മണ്ഡലത്തിന്റെ സാഹചര്യങ്ങളാണോ പ്രധാനമായും അവിടെ ചർച്ച ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എല്ലാം ചർച്ച ചെയ്യപ്പെടും. ശരി, മണ്ഡലത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് എന്താണ്? മണ്ഡലത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ അവിടെ വികസനം ഉരുടിപ്പുണ്ട് എന്നുള്ളതാണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള അതിനെ കുറിച്ച് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാം ചർച്ച ചെയ്യപ്പെടും. അവിടുത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. ശരി, അങ്ങനെ മണ്ഡലത്തെ സ്പെസിഫിക് ആയി ചർച്ച ചെയ്താൽ അത് ബൂമറാങ് പോലെ നിങ്ങൾക്ക് തിരിച്ചു വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 9 വർഷക്കാലം ആ മണ്ഡലത്തിൽ നിന്ന് ആൾ ഒന്നും ചെയ്തില്ല എന്നല്ലേ അതിനർത്ഥം? ആ ആളിപ്പോൾ നിങ്ങളോടൊപ്പം അല്ലേ? ഇല്ല, അവിടെയാണ് പ്രശ്നം. ആള് ഞങ്ങളുടെ ഒപ്പമാണെങ്കിൽ അദ്ദേഹത്തിന്റെ തെറ്റേറ്റു പറഞ്ഞാണ് ജനസമക്ഷം വന്നു നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന MLA സ്ഥാനം രാജിവെച്ചിട്ടാണ് ജനസമക്ഷം. അല്ല, അദ്ദേഹം ഇപ്പുറത്തിരുന്ന് VD സതീശനെ തെറി വിളിച്ചത് ആരോ പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ഏറ്റു പറഞ്ഞത്. അതിനപ്പുറം അദ്ദേഹം ആ മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് തൊട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഒരു MLA-ക്ക് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുക. അതെ, അപ്പോൾ ആ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒരു MLA-ക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്നതല്ല എന്ന് വസന്തിന് ബോധ്യമുണ്ടല്ലേ? അപ്പോൾ സംസ്ഥാന സർക്കാരിന് എന്താ പരിഹരിക്കാൻ പറ്റാത്തത്? അൻവറും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അൻവറിന് എന്താണ് പരിഹരിക്കാൻ പറ്റുന്നത്? അൻവർ ആ സർക്കാരിനൊപ്പം നിന്ന ആളല്ലേ?
എന്താ വിഷമിക്കണ്ട, അൻവറും വിലയിരുത്തപ്പെടുന്നേ. അൻവറും അവിടെ വിലയിരുത്തപ്പെടും, VD സതീശനും വിലയിരുത്തപ്പെടും, ഞങ്ങളുടെ പുതിയ KPCC പ്രസിഡന്റും പഴയ KPCC പ്രസിഡന്റും വിലയിരുത്തപ്പെടും, രാഹുൽ ഗാന്ധി വിലയിരുത്തപ്പെടും. എന്താ ഞങ്ങൾക്ക് അതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും ഭയമില്ല. ഞങ്ങൾ സുതാര്യമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കാൻ പോവുകയാണ് വരുന്ന ദിവസങ്ങൾ തൊട്ട്.